ഹായ് സ്റ്റുഡൻസ്, വീണ്ടും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി സോഷ്യോളജി, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് നന്നായിട്ട് ആ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മിടുക്കരായിട്ട് അതിലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മടി കൂടാതെ ചോദിക്കാം. നമുക്ക് നന്നായിട്ട് അതിന്റെ ക്ലാസ് അത് കണ്ട് പഠിച്ചു കഴിഞ്ഞ് നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മള് എയിം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, +2 എഴുതിയെടുത്തേ പറ്റും അല്ലെ. +2 നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ സന്ധിയിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അതിന് ആ ഒരു മൈൻഡോടെ ഇരുന്ന് ക്ലാസ് പഠിച്ച് +2 എന്ന് പറയുന്ന ആ ഒരു കടമ്പ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്കിന്ന് മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. മൂന്നാമത്തെ ചാപ്റ്ററില് എളുപ്പമാണ് പഠിക്കാൻ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. സിമ്പിളായിട്ട് സോഷ്യോളജിക്ക് മറ്റ് ഏതൊക്കെ സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട്, റിലേഷൻഷിപ്പ് ബന്ധം ഏതൊക്കെ സബ്ജക്റ്റുകളായിട്ട് ഉണ്ട്, അത്രയും മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? സോഷ്യോളജിക്ക് ചരിത്രവുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് നമ്മുടെ സൈക്കോളജിയോട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് ഇക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് ആന്ത്രോപോളജിയോട്ട് ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. സോഷ്യോളജിക്ക് എത്ര ശാഖകളായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്? 5 എണ്ണമാണ്. അപ്പൊ സോഷ്യോളജി എന്ന് പറയുമ്പോ ഹിസ്റ്ററിയുമായിട്ട് കണക്ഷൻ ചെയ്യുന്നുണ്ട്. സോഷ്യോളജി ഹിസ്റ്ററിയുമായിട്ട് കണക്ഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സോഷ്യോളജി ഇക്കണോമിക്സുമായിട്ട് കണക്ഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സോഷ്യോളജി ആന്ത്രോപോളജിയുമായിട്ട് കണക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് സോഷ്യോളജി സൈക്കോളജിയുമായിട്ട്, പിന്നെ സോഷ്യോളജി പൊളിറ്റിക്സുമായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. അപ്പൊ നമുക്കറിയാം സോഷ്യോളജിക്ക് പല സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. സോഷ്യോളജിക്ക് ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് ഇക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് ആന്ത്രോപോളജിയുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധമുണ്ട്, സോഷ്യോളജിക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് എന്തിനെയൊക്കെ കുറിച്ചിട്ടാണ് അവർ പഠിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഈ ശാഖകളിലൊക്കെ എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത് എന്നാണ്. അപ്പൊ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി നമുക്ക് ആദ്യം നോക്കാം. സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. സോഷ്യോളജി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിലെ സംഭവങ്ങളെ കുറിച്ച്, സാമൂഹ്യ വസ്തുതകളെ കുറിച്ചുള്ള പഠനമാണ് ചരിത്രം. നമുക്കറിയാം ഹിസ്റ്റോറി അതായത് അവന്റെ ചരിത്രം അല്ലെ. ഹിസ്റ്റോറി അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ സോഷ്യോളജിയിലോട്ട് വന്നാലോ, സോഷ്യോളജി എങ്ങനെയാണ്? അതെ, സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പാരിസൺ ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനം, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് സോഷ്യോളജി വർത്തമാന കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച്, പെരുമാറ്റത്തെ കുറിച്ച്, സാമൂഹ്യ സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സോഷ്യോളജി സഹായിക്കും. ഹിസ്റ്ററി ആണെങ്കിലോ കഴിഞ്ഞുപോയ കാര്യങ്ങള്, അതിന്റെ പഴക്കം, കാലപ്പഴക്കം ഇവയൊക്കെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഹിസ്റ്ററിയിലൂടെയും സാധിക്കും. അപ്പൊ ഒന്നുകൂടെ നമുക്കിത് രണ്ടും ഒരു ടേബിൾ വരച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇവിടെ വന്നിട്ട് സോഷ്യോളജി, ഇവിടെ വന്നിട്ട് ഹിസ്റ്ററി. നമുക്ക് നോക്കാം. സോഷ്യോളജി എന്ന് പറയുമ്പോൾ
ഇവിടെ എന്താണ് വർത്തമാനം, അതായത് ഇപ്പോ നടക്കുന്ന കാലഘട്ടത്തില് അല്ലെ, വർത്തമാന കാലഘട്ടത്തെ കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠിക്കാനായിട്ടുള്ളത്. ഇവിടെയോ പൂർവകാലം, നിങ്ങൾ ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് പഠിക്കുക. ഓക്കെ, പൂർവകാലം, ഇവിടെ വർത്തമാനകാലം. ഈ ഒരു നോട്ട് നിങ്ങൾ ലെക്ചർ നോട്ടോട് ഇത് എഴുതി പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വലുതായിട്ട് വലിച്ചു വാരിയിട്ട് എഴുതാതെ ഇത് പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, സോഷ്യോളജി ഹിസ്റ്ററിയെ കുറിച്ചുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ വർത്തമാനകാലം, അതായത് ഇപ്പോ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങള്. ഹിസ്റ്ററിയിലാണെങ്കിലോ പൂർവ്വ കാലഘട്ടത്തെ കുറിച്ച്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു ശാസ്ത്രമാണ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പുതിയ ശാസ്ത്രമാണ്. ഹിസ്റ്ററി എങ്ങനെയാണോ, ഹിസ്റ്ററി പുതിയതാണോ? അല്ല അല്ലേ, എപ്പോഴും എന്താണ് പഴമയെ കുറിച്ച് അല്ലെ, പഴക്കമുള്ളതാണ് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താണ്, ചരിത്രം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വിശാലമാണ് അല്ലെ, വിശാലമാണ്, കടല് പോലെ കിടക്കുവാണ്. പഠിച്ചാലും നിങ്ങൾക്ക് തന്നെ അറിയാം, ഹിസ്റ്ററി എടുക്കുമ്പോഴേ ഉറക്കം വരുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടമില്ല, ഹിസ്റ്ററി എന്താണ്, കുറെ വർഷങ്ങള്, കുറെ അപ്പൂപ്പന്മാരെ കുറിച്ച് കുറെ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഒരു കുഴഞ്ഞ അവസ്ഥയിലാണ് നിങ്ങൾ വരെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, വിശാലമാണ് അല്ലെ, എണ്ണിയാൽ തീരാത്ത അത്രയും സംഹിതകളുള്ള സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത് വിശാലമാണ്. ഇവിടെ വന്നിട്ടോ കേവലമാണ്, ഇത് കേവലം. അപ്പൊ സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ തന്നെ പഠിക്കാം. ഇത് വർത്തമാന കാലഘട്ടം, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പൂർവ്വ കാലഘട്ടം. ഇത് പുതിയ ശാസ്ത്രം, അത് വന്നിട്ട് പഴക്കമാണ്. ഇവിടെ കേവലമാണ്, കേവലം. ഇത് വിശാലം. ഇവിടെ എണ്ണിയാൽ എടുക്കുന്നതൊക്കെ ഉള്ളൂ, ഇവിടെ അങ്ങനെയല്ല, ഒത്തിരി ഉണ്ട്. പിന്നെ ഏത് സംഭവത്തെയും കുറിച്ച് പഠിച്ച് സമഗ്ര വിശകലനം തരുന്നതാണ് ആര്, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു വിശകലനം നമുക്ക് എന്തിലൂടെ കിട്ടും, ഹിസ്റ്ററിയിലൂടെ കിട്ടും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, സാമൂഹ്യ ബന്ധങ്ങളുടെ വീക്ഷണഗതി മനസ്സിലാക്കിയിട്ടാണ്, അതായത് ഒരു കാര്യത്തിന്റെ വീക്ഷണഗതി മനസ്സിലാക്കിയിട്ടാണ് സോഷ്യോളജിയിൽ എന്ത് പഠനം നടത്തുന്നത്. അപ്പൊ ഒന്നുകൂടെ സോഷ്യോളജി ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പാണ് നമുക്ക് നോക്കാനുള്ളത്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സൊസൈറ്റി, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, പഴയ കാര്യങ്ങളെ കുറിച്ച് അല്ലെ, പഴയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്കറിയാം സോഷ്യോളജിയിൽ പഴയ കാര്യങ്ങളൊന്നും ഇല്ല, വർത്തമാന കാലമാണ്, ഇപ്പൊ കറന്റ്ലി നടക്കുന്ന കാര്യങ്ങളാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഹിസ്റ്ററിയിലാണെങ്കിലോ പൂർവ്വ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് സോഷ്യോളജിയിൽ പുതിയ ശാസ്ത്രമാണ്, ഹിസ്റ്ററിയിലാണെങ്കിലോ പഴക്കമാണ്. ഇവിടെ കേവലമാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ വന്നിട്ട് വിശാലമാണ്, കടല് പോലെ കിടക്കുവാണ്. ഇവിടെ വീക്ഷണഗതി അനുസരിച്ചാണ് ഓരോന്നിന്റെ ആൻസർ. ഇവിടെ സമഗ്രമായ വിശകലനം, മൊത്തത്തിലുള്ള ഒരു വിശകലനം നമുക്ക് തരുന്നുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതാണ് ഒരു സമഗ്രമായിട്ടുള്ള വിശകലനം. എവിടെ കിട്ടുന്നുണ്ട്, ഹിസ്റ്ററിയിൽ കിട്ടുന്നുണ്ട്, സോഷ്യോളജിയിൽ അത് ചുരുക്കമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എളുപ്പമാണ് അല്ലെ, അതായത് സൊസൈറ്റിയിൽ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സമൂഹത്തിലെ ആചാരങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററിയിൽ അങ്ങനെയല്ല, പഴയ കാര്യങ്ങളെ കുറിച്ച് അത് ഭയങ്കരമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങള്, മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിൽ വ്യത്യാസം. ക്ലിയർ, മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ടേബിളില് വീണ്ടും ഒരു ചേഞ്ച് വരുത്തണം. നിങ്ങൾ ഈ ടേബിൾ വരച്ച് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഉറങ്ങിയോ എല്ലാവരും? ഉറങ്ങിയോ? ഉറങ്ങരുത്. ഉറങ്ങിയാൽ നാം എത്തേണ്ട സ്ഥലത്ത് എത്താതെ പോകും അല്ലെ. അപ്പൊ ഹിസ്റ്ററി അതുപോലെ തന്നെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ എന്താണ്, സൈക്കോളജി. അപ്പൊ അവിടെ എന്താണ് ഇനി പഠിക്കാനുള്ളത്, സോഷ്യോളജി വേണ്ടേ അല്ലെ. നമ്മളിപ്പോ പഠിച്ചത് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. ഇനി സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. ഇവിടെ മെയിൻ താരം സോഷ്യോളജിയാണ് അല്ലെ. സോഷ്യോളജിക്ക് ആരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സൈക്കോളജി ആയിട്ടുണ്ട്, സോഷ്യോളജി ആയിട്ടുണ്ട്. സൈക്കോളജി നമുക്കറിയാം, ചുരുക്കി പറഞ്ഞ എന്താണ്, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്, അവന്റെ ചിന്താഗതികളെ കുറിച്ച്, മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ശാഖയാണ് സൈക്കോളജി. ഓക്കെ,
മനസ്സിലായോ? മനുഷ്യന്റെ ശാസ്ത്രമാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത്. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? മാനസിക പ്രക്രിയകളെ കുറിച്ചുള്ള പഠനം, സൈക്കോളജി, സൂക്ഷ്മ നിശ്ചിത ജ്ഞാനം, അവബോധം, മാനസിക തലങ്ങള്, ഒരു കുട്ടിയുടെ IQ അല്ലെ, മെന്റൽ IQ, ഇതിനെ കുറിച്ചൊക്കെയാണ് എന്തിൽ പഠിക്കുന്നത്? സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഓർമ്മ, ബുദ്ധി അല്ലെ, മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ സമൂഹശാസ്ത്രത്തിലോട്ട് വരികയാണെങ്കിലോ അവിടെ വന്നിട്ട് എന്താണ്? സമൂഹത്തിലെ സൊസൈറ്റിയിലെ മനുഷ്യരെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി വന്നിട്ട് മനുഷ്യന്റെ മനസ്സ്, ഓർമ്മ, ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി. സോഷ്യോളജി എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിന്റെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എവിടെയും നമുക്കിവിടെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്ട് അല്ലെ. സോഷ്യോളജിക്ക് മറ്റു സബ്ജക്റ്റുകളായിട്ട് എങ്ങനെ ബന്ധമുണ്ട് അല്ലെ. ഇവിടെ നമുക്കറിയാം സൈക്കോളജിയിൽ പഠിക്കണമെങ്കിൽ ആര് വേണം? ഒരു പേഴ്സണാലിറ്റി അല്ലെ, ഒരു ഇൻഡിവിജ്വൽ വേണം. അത് എവിടെയാണുള്ളത്? അതെ, സൊസൈറ്റിയിലാണുള്ളത്. ആ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് ആരാണ്? സോഷ്യോളജി. ഇത്രേ ഉള്ളൂ. ഒരുപാട് തലയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് പഠിക്കാനോട്ടോ വിഷയമില്ല. ഇത് എളുപ്പമാണ് ഈ സബ്ജക്ട്. സൈക്കോളജിയിൽ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്, മനുഷ്യന്റെ ചിന്തയെ കുറിച്ച്, മനുഷ്യന്റെ ഓർമ്മയെ കുറിച്ച് ഒക്കെ പഠിക്കുന്നത് സൈക്കോളജിയാണ്. സോഷ്യോളജിയിൽ എന്താണ്? മനുഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജിയാണ്. നമുക്കറിയാം ഇവിടെ ആർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? സോഷ്യോളജിയില് അംഗങ്ങൾക്ക്. നിങ്ങൾ ഞാൻ ചുരുക്കി എഴുതും, നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിക്കോണം. അംഗങ്ങൾക്ക്, വ്യക്തികൾക്ക് അല്ലെ. സോഷ്യോളജിയിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സൈക്കോളജിയിലാണെങ്കിലോ വ്യക്തികളില് സമൂഹത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വ്യക്തികളില് സമൂഹത്തിനുള്ള സമൂഹത്തിനുള്ള സ്വാധീനം. ഓക്കെ, പിന്നെ ഇവിടുത്തെ പഠന വിഷയം എങ്ങനെയായിരിക്കും? ഞാൻ ഇനി എല്ലാം എഴുതുന്നില്ല, നമുക്ക് ടൈമിന്റെ ആ ഒരു ഇതില് നോക്കുക. സൈക്കോളജിയിലെ പഠന വിഷയം എങ്ങനെയായിരിക്കും? മൈൻഡ് ആയിരിക്കും അല്ലെ. സിമ്പിൾ ആയിട്ട് എഴുതി പോവാ, മൈൻഡ് ആണ് അല്ലെ. ഇവിടുത്തെ പഠന വിഷയം എന്താണ്? സൊസൈറ്റി. ഓക്കെ, ഇവിടെ സൊസൈറ്റി, അവിടെ വന്നിട്ട് മൈൻഡ് ആണ്. ഇവിടെ സോഷ്യോളജിയില് പരീക്ഷണശാലകൾക്ക് പ്രാധാന്യം. കാരണം പരീക്ഷണശാല എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ സൊസൈറ്റിയാണ്. അപ്പൊ ഇവിടെ ലബോറട്ടറി ഉണ്ടോ? ഒരു ലബോറട്ടറി എവിടെ ഇല്ല? സോഷ്യോളജിയിൽ ഇല്ല. എന്നാൽ എവിടെ ഉണ്ട്? സൈക്കോളജിയിൽ പരീക്ഷണശാല ഉണ്ട്. ഒരു പരീക്ഷണശാലയുണ്ട്. അതായത് പരീക്ഷണശാല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അവനെ കൊണ്ടുപോയിട്ട് അവന് ഡോക്ടർ എന്ത് ചെയ്യും? പരിശോധിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെ, അവന്റെ മൈൻഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പരിശോധിക്കും. അപ്പൊ അവർക്കൊക്കെ എന്തുണ്ട്? പരീക്ഷണശാല ഉണ്ട്. സോഷ്യോളജിയിൽ അത്തരത്തിലുള്ള പരീക്ഷണശാല ഇല്ല. എന്ത് തന്നെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്? സോഷ്യോളജിയിലെ പരീക്ഷണശാല എന്ന് പറയുന്നത് സൊസൈറ്റി തന്നെയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സാമൂഹീകരണമാണ്. ഇത് സൊസൈറ്റിയിലെ ആൾക്കാരെ കുറിച്ചല്ലേ, അപ്പൊ ഇത് സാമൂഹീകരണമാണ്. ഇവിടെ വന്നിട്ട് വ്യക്തിഗതമാണ് അല്ലെ. ഇവിടെ വന്നിട്ട് വ്യക്തിഗതം, ഇവിടെ വന്നിട്ട് സാമൂഹീകരണമാണ്. അപ്പോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത്രയാണ് സോഷ്യോളജിയും അതുപോലെ തന്നെ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ നോക്കിയത് ഹിസ്റ്ററിയും സോഷ്യോളജി. ഹിസ്റ്ററി നമുക്ക് അറിയാൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം. സോഷ്യോളജി ആണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ. ഹിസ്റ്ററിയിലാണെങ്കിൽ പഴയ കാര്യങ്ങളെ കുറിച്ച്, പൂർവ്വ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അത് സമഗ്രമായ വിശകലനം നടന്നത്. സോഷ്യോളജിയാണ് കേവലമാണ്. ഓക്കെ, അതുപോലെ ഇവിടെ എത്തുമ്പോൾ സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. സൈക്കോളജി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച്, വ്യക്തിഗതയെ കുറിച്ച്, ഓർമ്മയെ കുറിച്ച്, ബുദ്ധിയെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കുന്നത് സൈക്കോളജിയാണ് അല്ലെ. എന്നാൽ ഇവിടെ എന്താണ്? അംഗങ്ങളുടെ വ്യക്തികളെല്ലാം എവിടെയാണുള്ളത്? സൊസൈറ്റിയിലാണ്. ഇവിടെ ഒരു പരീക്ഷണശാലയൊന്നുമില്ല. കാരണം എന്താണ്? എല്ലാം പരീക്ഷണശാലയാണ്. സൊസൈറ്റി ഒരു പരീക്ഷണശാലയാണ്. ഇവിടെ സാമൂഹ്യകരണമാണ്. ഇവിടെ വന്നിട്ട് ഓരോ വ്യക്തികൾക്കാണ് പ്രശ്നമുള്ളത് അല്ലെ. വ്യക്തികളെയാണ് പരിശോധിക്കുന്നത്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? സോഷ്യോളജിയും
സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തുകൊണ്ട് കുറെ കൂട്ടരായിട്ട് പഠിക്കാം. ഇനി വന്നിട്ട് സോഷ്യോളജി, പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് നമുക്കറിയാം, വോട്ട്, ജനാധിപത്യം, പാർട്ടി പ്രവർത്തകര്, സമരം, ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? പൊളിറ്റിക്സിലാണ് അല്ലെ. അപ്പൊ സമൂഹത്തിലെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ. സോഷ്യോളജിയോ? ഇവരെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? സൊസൈറ്റിയിലാണ് കാണപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളെയും സാമൂഹ്യ പാർട്ടികളെയും ഒക്കെ വിശകലനം ചെയ്യുന്ന മേഖലയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്, ഓർഡിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രശ്നങ്ങളെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിലല്ലേ നടക്കുന്നത്? ഒരു അടിപിടി കേസായാലും ഒരു അക്രമമായാലും ഒരു അഴിമതി ആയാലും ഒക്കെ നടക്കുന്നത് എവിടെയാണ്? സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? സോഷ്യോളജി. അപ്പൊ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. കാരണം മുദ്രാവാക്യം ഉയർത്തുന്നതായാലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായാലും ഒക്കെ എവിടെയാണ്? സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആര്? ജനാധിപത്യം. ജനാധിപത്യം എവിടെയാണുള്ളത്? പൊളിറ്റിക്സ്. ക്ലിയർ? ഇത്രയും സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒരു ചെയിൻ കണക്ഷൻ ആണ് ഇത്. വന്നിട്ട് ഒരു ചെയിൻ കണക്ഷൻ പോലെ പോകും. നമ്മള് പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ ഫുഡ് ചെയിൻ പഠിക്കത്തില്ലേ അല്ലെ? തവളയെ പിടിച്ചു, തവളയെ പാമ്പ് കഴിക്കുന്നു, അങ്ങനെ പാമ്പിനെ കഴുകാൻ കഴിക്കുന്നു, ഇങ്ങനെ നമ്മൾ ഒരു ഫുഡ് ചെയിൻ പഠിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് പൊളിറ്റിക്സില് എന്തുണ്ട്? ജനാധിപത്യമാണ് അല്ലെ. ഈ ജനാധിപത്യം എവിടെയാണ്? ജനാധിപത്യം നടക്കുന്നത് സൊസൈറ്റിയിലാണ്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്നത് എവിടെയാണ്? സോഷ്യോളജി. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്നിട്ട് എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ വന്നിട്ട് പോയിന്റ് ഏതാണ്? ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ കുടുംബം, വിദ്യാഭ്യാസം, വിവാഹം എന്നിവയെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജിയിൽ. ഇവിടെ ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ താഴെ തട്ടിലുള്ള കുടുംബം, വിവാഹം, വിദ്യാഭ്യാസം എന്നിവയെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവിടെ വന്ന് പൊളിറ്റിക്സിൽ വന്നിട്ട് ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റിൽ നമ്മൾ ഇരുന്നിട്ട് അവിടെ വെച്ചിട്ട് കല്യാണ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യോ? ഇല്ല അല്ലെ. ഇവിടെ വന്നിട്ട് എന്ത് കാര്യം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ? രാഷ്ട്രീയ കാര്യങ്ങൾ. അപ്പൊ ഇവിടുത്തെ ചർച്ചാ വിഷയം ഏതാണ്? രാഷ്ട്രീയ കാര്യം. ഇവിടെയാണെങ്കിലോ കല്യാണ കാര്യം ചർച്ച ചെയ്യാം, നമ്മുടെ പഠിത്ത കാര്യം ചർച്ച ചെയ്യാം അല്ലെ, കുടുംബത്തെ കുറിച്ച്, ഫാമിലി ലൈഫിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇതൊക്കെ സോഷ്യോളജിയിലുണ്ട്, സമൂഹത്തിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ വന്നിട്ട് പൊളിറ്റിക്സില് ഭരണകാര്യങ്ങളെ കുറിച്ചാണ് ചർച്ചാ വിഷയം. പൊതുവായ ഒരു ശാസ്ത്രമാണ് ഇത്. വന്നിട്ട് എന്ത് ശാസ്ത്രമാണ്? മെയിൻ പോയിന്റ് ആണ്. ഒരു പൊതുവായ ശാസ്ത്രം. പൊതുവായ ശാസ്ത്രമാണ് ഇത്. വന്നിട്ട് പ്രത്യേക ശാസ്ത്രമാണ്. ഇത് എഴുതി വെച്ച് പഠിക്കുക. ഇത് വന്നിട്ട് പൊതുവായ ശാസ്ത്രം, അത് വന്നിട്ട് പ്രത്യേക ശാസ്ത്രം. ഇവിടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളെ പഠിക്കുന്നു. പൊളിറ്റിക്സില് ബോധപൂർവമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അവിടെ സംഘടിതമാകാം അസംഘടിതമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ ബോധപൂർവമായ കാര്യങ്ങള്, ഇവിടെ സംഘടിതവുമാകാം അസംഘടിതവുമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണ്. മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ് അല്ലെ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തില് നമുക്ക് എല്ലാവർക്കും, ഇന്ത്യയിലെ ഏതൊരു രാജ്യത്തിലും നമുക്ക് കുറെ പൗരന്മാർക്ക് കുറെ കടമകളും ഡ്യൂട്ടീസും ഒക്കെ ഉണ്ട് അല്ലെ. കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ത് ജീവിയാണ്? ഒരു രാഷ്ട്രീയ ജീവിയാണ് അല്ലെ. നമുക്ക് ഒരു നിയമവും കാര്യങ്ങളൊക്കെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊരു രാഷ്ട്രീയ ജീവിയാണ്. ഇവിടെ വന്നിട്ട് എന്ത് ജീവിയായിട്ട് മാറും മനുഷ്യൻ? ഓക്കെ, അത് തന്നെ എളുപ്പമാണ് പഠിക്കാൻ. സാമൂഹിക ജീവിയായിട്ട് മാറും. ഇവിടെ സാമൂഹിക ജീവിയെങ്കിൽ അവിടെ വന്നിട്ട് രാഷ്ട്രീയ ജീവിയായിട്ട് മാറും. അപ്പൊ മനസ്സിലായോ? എളുപ്പമാണ് പൊളിറ്റിക്സും സോഷ്യോളജി. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതുവായ ശാസ്ത്രം, സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രം അല്ലെ. പൊളിറ്റിക്സില് ഇതിനെ കുറിച്ച് ഭരണകാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. വോട്ട്, ജനാധിപത്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ കുടുംബം, വിദ്യാഭ്യാസം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. മതം, അതൊക്കെ പഠിക്കാം. ഓക്കെ, ഇവിടെ ഒരു പൊതുവായ ശാസ്ത്രം, പ്രത്യേക ശാസ്ത്രം നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സംഘടിതമാണ്. ഇവിടെ സംഘടിത മാത്രമാണ് അല്ലെ. അതായത് പെട്ടെന്നല്ല ഒരു അടിയായാലും ഒരു സ്ട്രൈക്ക് ആയാലും ഒക്കെ ഉണ്ടാകുന്ന പെട്ടെന്നല്ല. അതൊരു കോർഡിനേഷൻ ചെയ്തിട്ടാണ് അവര് പൊളിറ്റിക്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതൊരു സംഘടിതമാണ്.
ഇവിടെ വന്നിട്ട് സംഘടിതവുമാകാം അസംഘടിതവുമാകാം. ഇവിടെ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ്, അവിടെ വന്നിട്ട് അബോധമായ പ്രവർത്തനങ്ങളാണ്. ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു, അവിടെ വന്നിട്ട് അബോധ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ്, അവിടെ വന്നിട്ട് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഇവിടെ ബോധപൂർവമായ കാര്യങ്ങളെങ്കിൽ അവിടെ വന്നിട്ട് എന്താണ് അബോധപരമായ കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? ഒന്നുകൂടെ ഇവിടെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതുവായ ശാസ്ത്രമാണ്, സോഷ്യോളജി പ്രത്യേക ശാസ്ത്രം. ഇവിടെ ഭരണകാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ഇവിടെ വന്നിട്ട് കുടുംബം, വിദ്യാഭ്യാസം, മതം, വിവാഹം എന്നിവയെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാകുമ്പോൾ അവിടെ വന്നിട്ട് സാമൂഹ്യ ജീവിയാവും. ഇവിടെ വന്നിട്ട് ബോധപൂർവമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അതായത് ഒരു അടിയാലും ഒരു സ്ട്രൈക്കാലും പെട്ടെന്ന് അവർ ബോധപൂർവമാണ് അവർ ചിന്തിച്ച് ചെയ്യുന്നത്. അപ്പൊ ഒരു സംഘടിതമാണ്, ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ്. ഇവിടെ വന്നിട്ട് അബോധപൂർവമായ കാര്യങ്ങളാണ്, അബോധപരമായിട്ടാണ് നടക്കുന്നത്. സംഘടിതവുമാകാം അസംഘടിതവുമാകാം, സംഘടിതവുമാകാം അസംഘടിതവുമാകാം. ഇവിടെ രാഷ്ട്രീയ ജീവി, അവിടെ സാമൂഹ്യ ജീവി. ക്ലിയർ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സും സോഷ്യോളജിയും തമ്മിലുള്ള. ഇനി വന്നിട്ട് ഇവിടെ ആര് വരും? എക്കണോമിക്സ് വരും. സോഷ്യോളജി എക്കണോമിക്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എക്കണോമിക്സിൽ നമുക്കറിയാം, പേരിൽ തന്നെ ഉണ്ട്, സാമ്പത്തിക ശാസ്ത്രം. സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നു, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു. രണ്ടും അത് ഓർത്ത് ഹിന്റ് ചെയ്ത് പഠിക്കാം. സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നു, സാമൂഹ്യ ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? മനുഷ്യന്റെ എല്ലാവിധ മേഖലയുമായി എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ സമ്പത്ത് വേണമെങ്കിൽ ആര് വേണം? മനുഷ്യൻ വേണം. മനുഷ്യൻ എവിടെയാണ് കാണപ്പെടുന്നത്? സോഷ്യോളജിയിലാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എളുപ്പമാണ്. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്, അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പാഠശാസ്ത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു മേഖലയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. എല്ലാവിധ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? സാമൂഹികവും കൂടി ബന്ധപ്പെട്ടു. കാരണം എക്കണോമിക്സില് സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മനുഷ്യനാണ്. മനുഷ്യൻ എവിടെയാണ് കാണപ്പെടുന്നത്? സോഷ്യോളജി. അപ്പൊ ബന്ധം ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നു ഉൽപാദനം. നമുക്കറിയാം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഇക്കണോമിക്സിലാണ്, അല്ലെ? ഉൽപാദനം, വിതരണം, ഉപഭോഗം, വിനിമയം ഇതെല്ലാം നടക്കുന്നത് എക്കണോമിക്സിലാണ്. ഈ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ചു വെച്ചല്ലോ, ഇതാരും വാങ്ങിക്കാനില്ലെങ്കിൽ എങ്ങനെയാ? വാങ്ങിക്കുന്ന ആൾ എവിടെയാണുള്ളത്? സൊസൈറ്റിയിലാണ്, അല്ലെ? സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവുക. മനസ്സിലായോ? സാമ്പത്തിക മേഖലയെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള സമ്പത്ത് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? സൊസൈറ്റിയിലെ പീപ്പിൾസ് ആണ്. പീപ്പിൾസെ കുറിച്ച് പഠിക്കുന്നത് എവിടെയാണ്? സോഷ്യോളജിയിൽ. സിമ്പിൾ. ക്ലിയർ? 2 മാർക്കിന് വീതം പഠിച്ചു പോവുക. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ആര് വരും? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ആര് വരും? ആന്ത്രോപോളജി. ആര് വരും? ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറയുമ്പോ അതിൽ തന്നെ ഉണ്ട് നരവംശാസ്ത്രമാണ്. മനുഷ്യന്റെ വർഗത്തെ പറ്റി, മനുഷ്യന്റെ കുലത്തെ പറ്റി ഒക്കെ പഠിക്കുന്നത് ആന്ത്രോപോളജിയിലാണ്. മനുഷ്യന്റെ വർഗത്തെ പറ്റി, മനുഷ്യന്റെ കുലത്തെ പറ്റി, അവന്റെ ജാതിയെ പറ്റി, അവന്റെ മതത്തെ പറ്റിയൊക്കെ, മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നത് എവിടെയാണ്? മനുഷ്യ വർഗത്തെ പറ്റി പഠിക്കുന്നത് ആന്ത്രോപോളജിയിലാണ്. മാനവരാശി എങ്ങനെ വികാസം പ്രാപിച്ചു എന്നും മനുഷ്യൻ ഇത് തൊട്ട് നമുക്കറിയാം. ആന്ത്രോപോളജിയിൽ പണ്ട് കുരങ്ങനായിരുന്നു, ആ കുരങ്ങനിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചതെന്നൊക്കെ നമ്മൾ അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, നമുക്കത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയായിരുന്നു, അവന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ എങ്ങനെയാ മാനവരാശി എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു മനുഷ്യനും എവിടെയാണ് കാണപ്പെടുന്നത്? സോഷ്യോളജിയിൽ. അപ്പൊ സൊസൈറ്റിയുമായിട്ട് ഇവർക്കും ബന്ധം ഉണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, സോഷ്യോളജിയിൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം തന്നെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു, സമൂഹത്തിലെ ജാതിയെ കുറിച്ചും മതത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നു. ആന്ത്രോപോളജിയിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചും ഇത്ര എഴുതിയാൽ മതി. മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചും നരവംശത്തെ കുറിച്ചും മനുഷ്യൻ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നത് ആന്ത്രോപോളജിയാണ്. ഇത്രയാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
എല്ലാ പാഠത്തിലുള്ളതുപോലെ ഇതിലും 5 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഷ്യോളജിക്ക് ഹിസ്റ്ററിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങളെ കുറിച്ചാണ്, സമഗ്രമായ വീക്ഷണം തരുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജി. അപ്പൊ അത് വർത്തമാന കാലഘട്ടത്തിലാണ് നടക്കുന്നത് അല്ലെ. അതൊരു കേവല ശാസ്ത്രമാണ്. അവിടെ അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേലോട്ട് പോകുമ്പോൾ എന്താണ് പറഞ്ഞത്? സൈക്കോളജിയും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിൽ ബന്ധം. സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യന്റെ മനസ്സ്, അവന്റെ ഓർമ്മ, ചിന്ത, കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ. അതാണ് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത്. ബുദ്ധി, ഓർമ്മ, കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ പ്രാധാന്യം നൽകുന്നത് സോഷ്യോളജിയാണ്. സൈക്കോളജിയിൽ എന്താണ് പഠന വിഷയമാക്കുന്നത്? മനുഷ്യന്റെ മാനസിക വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പഠന വിഷയം ആക്കുന്നത്. ഒന്നുകൂടി നിങ്ങൾ ഈ ക്ലാസ് റീവൈൻഡ് ചെയ്ത് കേൾക്കുന്നവർ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാകും. അടുത്തെന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജി. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ജാതി, മതം, ഇവയൊക്കെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജി. പൊളിറ്റിക്സിലാണെങ്കിൽ എന്താണ്? പാർട്ടികള്, ഭരണകാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ഭരണകാര്യങ്ങളും പാർട്ടികളൊക്കെ നടത്തണമെങ്കിൽ ആര് വേണം? ഹ്യൂമൻ ബീങ് വേണം. അവരെവിടെയാണ് കാണപ്പെടുന്നത്? സൊസൈറ്റിയിലാണ് കാണപ്പെടുന്നത്. ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നത് എവിടെയാണ്? പൊളിറ്റിക്സിലാണ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഭാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ വന്നിട്ട് കുടുംബം, വിദ്യാഭ്യാസം, മതം, കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു പൊളിറ്റിക്സിൽ അല്ലെ. ഇവിടെ പൊതുവായ ശാസ്ത്രമാണ്, അവിടെ വന്നിട്ട് പ്രത്യേക ശാസ്ത്രമാണ്. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്താണ്? മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ബോധപൂർവമായ കാര്യങ്ങളാണ്, അവിടെ അബോധപൂർവ കാര്യങ്ങളാണ്. ഇവിടെ സംഘടിതമാണ്, അവിടെ അസംഘടിതമാണ്. പൊളിറ്റിക്സും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് രാഷ്ട്രീയ ജീവിയാണ്, മറ്റത് സാമൂഹിക ജീവിയാണ്. അപ്പോൾ അടുത്ത ലാസ്റ്റ് നമ്മൾ നോക്കി സോഷ്യോളജി, ഇക്കണോമിക്സ്. നമുക്കറിയാം ഉപഭോഗം, ഉൽപാദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ. ഇക്കണോമിക്സിൽ ഈ സാധനങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യാൻ ആര് വേണം? മനുഷ്യന് വേണം. മനുഷ്യൻ എവിടെയാണുള്ളത്? സൊസൈറ്റിയിൽ. സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആന്ത്രപ്പോളജിയും സോഷ്യോളജി. ആന്ത്രപ്പോളജി എന്താണ്? മനുഷ്യന്റെ നരവംശത്തെ കുറിച്ചും അവന്റെ കുലത്തെ കുറിച്ചും അവൻ ഏതുവരെ ഇങ്ങനെ എത്തി എന്നുള്ള കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നത് ആന്ത്രപ്പോളജി. അതും സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. എന്തായാലും മടി കൂടാതെ നന്നായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. എന്തെങ്കിലും സംശയമുള്ളവര് എന്നും പറയുന്നത് പോലെ തന്നെ അതൊരു പതിവായിട്ട് കണക്കാക്കുക. എന്നും ഉള്ള പഠനം അത് ഒന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കരുത്. ഏതൊരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഒരു തടസ്സം വരാൻ നല്ല രീതിയിൽ എന്നും പഠിക്കുക. എന്നും ഒരിക്കലെങ്കിലും ഈ ക്ലാസ്സുകളൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ലെക്ചർ നോട്ടൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടൊക്കെ സാധിക്കും. പഠിപ്പ് ഒരിക്കലും മടി ഉള്ളതായിട്ട് കണക്കാക്കരുത്. മടി വേണ്ട, നമുക്ക് എന്തായാലും കിട്ടും അല്ലെ. ഫസ്റ്റ് എന്തായാലും നമുക്ക് എന്തായാലും കിട്ടിയേ പറ്റൂ. നമുക്ക് ഓക്കെ ആക്കി എടുക്കണം. ഓക്കെ. എന്തായാലും എല്ലാവർക്കും അതിന് കഴിയട്ടെ. നോട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുള്ളവര് മടിയൊന്നും കൂടാതെ ചോദിക്കുക, ഡയറക്ടറോട് ചോദിക്കുക. എന്നാലും ഈ 5 ക്വസ്റ്റ്യൻ പഠിച്ച് നമുക്കൊരു പുതിയ വീഡിയോ ക്ലാസ്സോട് നമുക്ക് ഇനി വീണ്ടും അടുത്ത ദിവസം കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ചേച്ച ബൈ ബൈ. ഓക്കെ.